വീണ്ടും വീണ്ടും വേണമെന്നുള്ള ആർത്തി. സഹോദരങ്ങളെ, അൻസാരികളെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താണ്? വല്ലദീന തബവ്വഉദ് ദാറ വൽ ഈമാൻ. അല്ലാഹു പറയുകയാ, വല്ലദീന തബവ്വഉദ് ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് ആവശ്യമുണ്ടായെങ്കിൽ പോലും ഇല്ല, ഞങ്ങൾക്കത് വേണ്ട, മുഹാജിരീങ്ങൾക്ക് കൊടുക്കാമെന്ന ധീരമായ തീരുമാനമെടുത്ത വിശാല മനസ്കതയുള്ള അൻസാരികളെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉംറയ്ക്ക് പോയവർക്കറിയാം, ഹജ്ജിന് പോയവർക്കറിയാം, ഏറ്റവും വില കുറച്ച് സാധനം കിട്ടുന്ന മക്കയിലല്ല, മദീനയിലാ. ഈത്തപ്പഴം വാങ്ങുന്നത് മദീനയിൽ നിന്ന്, കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങുന്നത്, ടോയ്സുകൾ വാങ്ങുന്നത്, അതുപോലെ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിൽ എന്തെങ്കിലുമൊക്കെ നാട്ടിക്കൊണ്ടുവരാനുള്ള സാധന സാമഗ്രികൾ വാങ്ങുന്നത് മദീനയിൽ നിന്ന്. എന്തുകൊണ്ടെന്നറിയോ? അവര് ശാന്തന്മാരാ, അവരുടെ കച്ചവടം നടത്തുന്ന അൻസാരികളായ സഹാബത്തിന്റെ പിന്തുണമുറക്കാരായ ആളുകളുണ്ടല്ലോ, അവരാരോട് കയറുകൂല, ആരോടും അവർക്ക് ദേഷ്യമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അൻസാരികളായ മദീനക്കാരോട് നിങ്ങൾ വിലപേശല്ലേ, അവരോട് വിലപേശല്ലേ. മദീനയുടെ ബാങ്കിന് പോലും ശാന്തതയാ, മദീനയിലൂടെ ഓടിപ്പോകുന്ന വാഹനത്തിന് പോലും വേഗത കുറവാ, അവിടുത്തെ വാഹനങ്ങൾക്ക് പോലും ശബ്ദം കുറവാ, അവിടുത്തെ ഹോൺ മുഴങ്ങുന്നതിന് പോലും വേഗത കുറവാ, ശബ്ദം കുറവാ, അവിടുത്തെ കാറ്റിന് പോലും വേഗത കുറവാ. എന്തുകൊണ്ടാണ്? മദീനയുടെ മാണിക്യമാണ് പരിശുദ്ധ ഹുജറത്തു ശരീഫയുടെ ഖുബ്ബത്തുൽ ഖൽറായിന്റെ ചുവട്ടിൽ കിടക്കുന്നത്. എന്തുകൊണ്ടെന്നറിയോ? അവർ നല്ലവരാണ്. ഏറ്റവും ശ്രേഷ്ഠമായ സ്ത്രീകൾ ആരെന്നറിയോ? അവർ അൻസാരികളായ സഹോദരിമാരാണ്, മദീനക്കാരായ സഹോദരിമാരാണ്. എന്തുകൊണ്ടാണ് മദീനക്കാരായ അൻസാരികളായ സഹോദരിമാർ ഇപ്പോഴത്തോളം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ത്രീകളായി മാറിയതെന്നറിയോ? അൻസാരികളായ മദീനക്കാരായ സ്ത്രീകൾ ഇത്രത്തോളം ആദരിക്കപ്പെടുന്നവരായതും എന്തുകൊണ്ടെന്നറിയോ? അവർ എല്ലാം മറന്ന് സഹായിക്കാൻ മനസ്സ് കാണിച്ചപ്പോഴാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട അത്യാഗ്രഹമെന്ന് പറയുന്ന, അത്യാർത്തി എന്ന് പറയുന്ന സ്വഭാവ ദൂഷ്യമുണ്ടല്ലോ, അത് മാറ്റിയവരാണ് പ്രിയപ്പെട്ട അൻസാരികളെങ്കിൽ. കാലഘട്ടത്തിലേക്ക് കടന്നുപോയി ഇന്നലകളുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയ ജനതയ്ക്ക് ഇല്ലാതെ പോയതും ഈ കാര്യം തന്നെയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ സന്ദേശമായി എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ നിന്ന് നമുക്ക് അത്യാർത്തി മാറ്റിവെക്കുക.